ഈ അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിൻ്റെ പല തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും പ്രദേശങ്ങളുടെയും പേരുകൾ ചൈന അടിക്കടി അങ്ങ് മാറ്റുകയാണ്. അതായത് ഇന്ത്യൻ അധീനതയിലുള്ള അരുണാചൽ പ്രദേശിൻ്റെ കീഴിൽ വരുന്ന പല ഗ്രാമങ്ങളുടെയും ചില പ്രധാന അവിടുത്തെയുള്ള ചില ചെറു ടൗണുകളുടെയൊക്കെ പേരുകൾ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള സ്ഥലങ്ങളുടെ പേരുകൾ ചൈന ഇങ്ങനെ അടിക്കടി മാറ്റുക. എന്താണ് ചൈനയുടെ ഉദ്ദേശം? എന്തായാലും ഇതൊരു ആദ്യ സംഭവമല്ലല്ലോ. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി തന്നെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം 27 സ്ഥലങ്ങളുടെ പേരാണ് ചൈന മാറ്റിയിരിക്കുന്നത്. മുൻകാലങ്ങളിലാണെങ്കിൽ ഈ ഭൂപടവുമായി ബന്ധപ്പെട്ട് അവർ ഇത്തരം പരിപാടികൾ കാണിക്കുന്നത് പതിവാണ്. ഇന്ത്യയുടെ ഈ അരുണാചൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ തങ്ങളുടെ ഭൂപടത്തിൽ ചേർത്ത് ചൈന നിരന്തരമായി അത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോഴത് വലിയ രീതിയിൽ വാർത്തയാകാനുള്ള സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം നിൽക്കുകയാണ്. ആ സംഘർഷ സമയത്ത് തന്നെ പാകിസ്ഥാന് പൂർണ്ണമായ പിന്തുണ നൽകുകയും ആയുധ സഹായങ്ങൾ നൽകുകയും ചെയ്തത് ചൈനയാണെന്ന് പകൽ പോലെ വ്യക്തമായ ഒരു സാഹചര്യം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ വലിയ രീതിയിൽ വിവാദമാകുന്നത്. എന്തായാലും ചൈനയുടെ അത്തരം പ്രകോപനങ്ങളൊന്നും ഇന്ത്യ ഇപ്പോൾ വലിയ കാര്യമായൊന്നും എടുക്കുന്നില്ല. കാരണം അത് മുൻകാലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കോവിഡ് കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായില്ല. ആ സംഘർഷത്തിൽ ഇന്ത്യയുടെ 18-ലധികം സൈനികർ കൊല്ലപ്പെടുകയും പലർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, അതെ, പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നാം ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അന്ന് പറഞ്ഞു പരത്തിയത് ഇന്ത്യ പരാജയപ്പെടുകയാണ്, ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയാണെന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകളുമായി രംഗത്ത് വന്നപ്പോൾ ഇന്ത്യ അതിൽ ആ സമയം തന്നെ സൈനികർ വലിയ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ടല്ലോ. ആദ്യത്തെ ഒരു മരണം സംഭവിക്കുന്നു, പിന്നീട് ഇന്ത്യൻ സൈനികർ അങ്ങോട്ട് ഇഴച്ചു കയറി. അവർക്ക് ചില കണക്കുകൾ പറയുന്നത് 40 എന്നാണ്, ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് 40 ആണെങ്കിലും അതിൽ കൂടുതലുണ്ടെന്നാണ് പലരും പറയുന്നത്. ഈ സൈനികരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തു വന്ന വാർത്തകൾ ഖാദക് പ്ലറ്റൂൺ ആണ് ഈ ചൈനയുടെ ആക്രമണത്തെ തടയുകയും പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തത് എന്നാണ് അന്ന് നമ്മൾ പറഞ്ഞു കേട്ടത്. ആ ആക്രമണത്തോടു കൂടി തന്നെ ഇന്ത്യക്ക് ഒരു കാര്യം മനസ്സിലായി, അങ്ങനെ ചൈനയെ വലിയ രീതിയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനു പിന്നാലെയായിരുന്നു ഇന്ത്യ വ്യാപാര കരാറും വ്യാപാരവുമായി ബന്ധപ്പെട്ട് പലതും നിരോധിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അവർ വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്നും പണം ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെല്ലാം തടയിടാൻ ടിക്ടോക്ക് എല്ലാം നിരോധിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്നു മുതൽ ഇന്ത്യ മനസ്സിലാക്കിയതാണ് അവർക്ക് കൃത്യമായ മറുപടി എന്ന് പറയുന്നത് വ്യാവസായികപരമായ തിരിച്ചടി നൽകുക, സാമ്പത്തികപരമായ തിരിച്ചടി നൽകുക. അല്ലാതെ ഈ ആയുധം ഉപയോഗിച്ച് നാം പാകിസ്ഥാനെ നേരിടും പോലെ അങ്ങനത്തെ ഒരു തന്ത്രമെന്നും അവരോട് പ്രയോഗിക്കേണ്ട എന്ന ചിന്തയിലേക്ക് ഇന്ത്യ മാറുന്നു. പാകിസ്ഥാനിൽ ആയുധം കൊണ്ട് മാത്രമല്ല നാം ഇപ്പോൾ കണ്ടത്, ജലവുമായി ബന്ധപ്പെട്ട് വരെ വലിയ രീതിയിൽ അവരെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ചൈന അതോടൊപ്പം തന്നെ ചൈനയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ എന്തായാലും ഈ അമേരിക്ക ചൈന ബന്ധമുണ്ടല്ലോ, അതും നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ആ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അരുണാചലായാലും അതിൻ്റെ പല സമീപ പ്രദേശങ്ങളിലേക്കും അവർ കടന്നു കയറാൻ ശ്രമം വലിയ രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യമാണ്. നമുക്കറിയാം, പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ആ പ്രദേശങ്ങളിലേക്ക് എത്താൻ, ഈ അതിർത്തിയിലേക്ക് എത്താൻ 3-4 ദിവസം വേണമായിരുന്നു. സൈനികർ കാൽനടയായി അവിടെ സഞ്ചരിച്ച് എത്തേണ്ട ഒരു കഷ്ടകാലമായിരുന്നു അവർക്ക്. പക്ഷേ പുതിയ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം അതിവേഗമാണ് അവിടുത്തെ റോഡ് നിർമ്മാണങ്ങൾ നടക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു, പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു, സൈനികരെ അങ്ങനെ മെച്ചപ്പെടുത്തുകയാണ്. കാരണം ഒരു സംഭവം ഉണ്ടാകുകയെങ്കിൽ അവിടെ ആ സ്ഥലത്തേക്ക് സൈനികർക്ക് അവിടെ എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു, ഇരച്ചെത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെതിരെ തുടക്കകാലങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. റോഡ് നിർമ്മിക്കുമ്പോഴല്ല നിങ്ങൾ എന്താണ് സമാധാനപരമായിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇത്തരം റോഡ് നിർമ്മിക്കുന്നത്, സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നത് എന്നെല്ലാ ചോദ്യങ്ങളും പല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ത്യൻ സർക്കാർ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇന്ത്യയുടെ ഭൂമി നഷ്ടപ്പെട്ടു എന്നാണ്. അതാ ഈ 1958-ലും 59-ലും 61-ലും 62-ലും ഒക്കെയാണ് ചൈന ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറിയത്. അക്സായ് ചിന്നിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാമല്ലോ. പക്ഷേ ഇത് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് നരേന്ദ്രമോദിയോടാണ്. രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ ചോദിക്കേണ്ടത് അമ്മുമ്മയോടും അമ്മുമ്മയുടെ അച്ഛനോടും ഒക്കെയാണ് ചോദിക്കേണ്ടിരുന്നത്. എവിടെ പോയി ഇന്ത്യയുടെ ഭൂമി നിങ്ങൾ എന്തിനു വിട്ടുകൊടുത്തു എന്ന് അവരോടാണ് ചോദിക്കേണ്ടത്. ഇത് നരേന്ദ്രമോദി ഇതിനെങ്ങനെ ഉത്തരവാദിയാവും? 2014 ഭരിക്കാൻ വന്ന 2014 ശേഷം ചൈന ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് 1 ഇഞ്ച് പോലും കടന്നു കയറിയിട്ടില്ല, കടന്നു കയറാൻ ഇന്ത്യ അനുവദിച്ചിട്ടുമില്ല. ഇതാണ് വാസ്തവം.
അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടാലും ചൈനയുമായി ബന്ധപ്പെട്ടാലും പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാലും ഇത്രയും നാൾ നമുക്കൊരു കൃത്യമായ അതിർത്തി പ്രദേശമില്ല. അങ്ങനെ ഇവിടെ അല്ലേ ഒരു അതിർത്തി സുരക്ഷയില്ല. ഇവിടെയാണ് സർവേ കല്ല് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടാലും ഈ ചൈനയുമായി ബന്ധപ്പെട്ടാലും പല അതിർത്തികളും നിർണ്ണയിക്കാൻ ചിലപ്പോൾ കുറച്ച് വിട്ടുകൊടുക്കേണ്ട വരും, ചിലപ്പോൾ ഇങ്ങോട്ട് വാങ്ങേണ്ടി വരും. പക്ഷെ അതിലൊരു തീരുമാനമാകുമല്ലോ. അല്ലാതെ ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അതിർത്തി ഇല്ലാത്ത ഒരു രാജ്യമായി ഇന്ത്യ പലതവണ മുന്നോട്ട് പോകുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അതൊരു നാണക്കേടാണ്. ഇതിപ്പോൾ വളരെ കൃത്യമായിട്ട് അതിർത്തി നിർണ്ണയിച്ച്, ഇപ്പം നമുക്കറിയാം കാശ്മീരിലൊക്കെ ആണെങ്കിൽ, അവിടെയൊക്കെ പഞ്ചാബിലൊക്കെ ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് അതിർത്തിയിൽ വേലിയുണ്ട്. അപ്പോൾ നുഴഞ്ഞു കയറ്റം അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലും നമ്മളിപ്പോൾ വേലി കെട്ടിത്തുടങ്ങിയിരിക്കുന്നു. അത് പൂർത്തിയായിട്ടില്ല, ഇനിയും പൂർത്തിയാകാനുണ്ട്. അതുപോലെ ചൈനയുടെ അതിർത്തിയും നിർണ്ണയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ ചൈനയുമായി ബന്ധപ്പെട്ട നാം ഈ പാകിസ്ഥാന് വേണ്ടി നമ്മൾ എല്ലാ കാലത്തും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ചൈനയുടെ കടന്നുകയറ്റം ഇന്ത്യ വലിയ പ്രതീക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ റഫേൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ലഡാക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് അതിർത്തികളിലാണ് കൂടുതലും വിന്യസിച്ചിരിക്കുന്നത്. ആ സാഹചര്യവുമായി അതെല്ലാം ഇന്ത്യ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല തവണയും ഇത്തരം അനാവശ്യ പ്രശ്നങ്ങളുമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അരുണാചലുമായി ബന്ധപ്പെട്ടാണ് അവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം അരുണാചൽ പിടിച്ചെടുക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു വലിയ അജണ്ടയാണ്. അതെല്ലാം ബന്ധപ്പെട്ട് പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല. അല്ല, അത് നടക്കാൻ ഇരിക്കാനുള്ള സാധ്യത ഇന്ത്യ യുദ്ധം ചെയ്യണമെന്നില്ല. കാരണം അവരുടെ വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ആ മാർക്കറ്റ് കാണിച്ച് തന്നെ ഇന്ത്യക്ക് ഭീഷണിപ്പെടുത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചാലും അത് നമുക്ക് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടറിയാം. പണ്ട് കാലത്ത് ഈ പാകിസ്ഥാൻ്റെ ഒരു ഭീഷണി ഉണ്ടല്ലോ, ഞങ്ങളും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ചൈനീസ് പട്ടാളം ഞങ്ങളെ സഹായിക്കാൻ വരും എന്ന രീതിയിലുള്ളത്. പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന പോലും ചൈനയുടെ ഭാഗത്ത് കാണുന്നില്ല. അല്ലെ, ഞങ്ങളുടെ ഒരു പങ്കാളിയാണ്, ആ പങ്കാളിയായ രാജ്യത്തെ ആക്രമിക്കരുത് എന്ന് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ അക്രമശേഷം അവരെ അപലപിക്കുകയാണ്. അത് ഏറ്റവും അവസാനം അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്നൊരു കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, വാങ്ങേണ്ടതൊക്കെ വാങ്ങി, ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും പറയാം, ആ രീതിയിലാണ്. കാരണം അതെന്തുകൊണ്ടാണ് വീണ്ടും ആയുധം വാങ്ങണമല്ലോ, പകുതിയിൽ ചതിച്ചു എന്ന രീതിയിലുള്ള ആ ഒരു സിനാരിയോ, അതൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രസ്താവനകളിലേക്ക് അവർ വന്നത്. എന്തായാലും ആ രാജ്യത്തെ സംബന്ധിച്ച്, ചൈനയെ സംബന്ധിച്ച് ഈ ഇന്ത്യ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഈ തർക്കവും സംഘർഷവും വലിയ രീതിയിൽ അവരുടെ ഓഹരി വിപണിയെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെങ്കിൽ ആ രാജ്യത്തിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ വലിയ രീതിയിൽ ഇപ്പോഴും ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നല്ല ഇനി മാറ്റം വരും. അതുകൊണ്ടാണ് ഇന്ത്യയെ ഒരു അനാവശ്യമായി ചൊറിഞ്ഞ് ചിലപ്പോൾ ഒരു നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ചൈനയ്ക്ക് അങ്ങനത്തെ ഒളി അജണ്ടകളുണ്ട്, അതൊരു സത്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ പറയുന്നത് പോലെ വെറുതെ ഇന്ത്യയെ ചൊറിഞ്ഞ് ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ ഒരു ദുഷ്പേര് ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ഒരു അജണ്ട ചൈനയ്ക്ക് ഉള്ളതായിട്ട് പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമായിരിക്കും. പക്ഷേ അവർ ശ്രദ്ധ തിരിക്കാൻ അങ്ങനെ ശ്രമം നടത്തിയാൽ അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ട്രംപാണ്. ട്രംപുമായി ബന്ധപ്പെട്ട് അവർ അനാവശ്യമായി പല വ്യാപാര യുദ്ധങ്ങളിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അത് ചർച്ച ചെയ്ത് പരിഹരിച്ചു. പക്ഷേ ഇപ്പോൾ ട്രംപ് കയറിയിട്ട് തന്നെ 3-4 മാസമല്ലേ ആകുന്നു. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹം ചൈനയെ വരിഞ്ഞു മുറുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 4 വർഷം അദ്ദേഹം ഇരിക്കുകയാണെങ്കിലുള്ള അവസ്ഥ ചൈനയെ സംബന്ധിച്ച് ഇങ്ങോട്ട് പേരിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ സമയം എന്തായാലും ട്രംപ് കൊടുക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയാണല്ലോ ഇത്ര പേരിടൽ, ഈ നയതന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. പക്ഷെ ഇങ്ങോട്ട് പോലും ശ്രദ്ധിക്കാൻ പോലും സമയം എന്തായാലും ട്രംപ് നൽകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇത്തരം ചെറിയ വിഷയങ്ങളുമായി വന്നാൽ പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ എന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒന്നും വേണ്ട, ഈ വലിയ രീതിയിൽ ഈ ചൈന ശ്രീലങ്കയും മാലിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങളുടെ കീഴിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് തന്നെയായിരിക്കും ഇനിയും തുടരുക.